ഞാൻ എന്തേലും പറഞ്ഞാലേ ഓ എന്റെ നേർക്ക് ചാടും. ഇഞ്ച് കുറച്ച് കൊഞ്ചിച്ചല് കൂടിയതാണ്. മാസ്റ്റർ അടുത്ത് പോയിട്ടേ മാസ്റ്റർ എന്താ പറയണു നോക്കട്ടെ. എന്നിട്ട് ഞാൻ എനിക്ക് വിളിച്ച. നിങ്ങള് കൊറേ നേരമല്ലേ പലർക്കും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണം. നിങ്ങള് സ്കൂൾ പോയിക്കാണ്ടേ ആ ഹെഡ്മാസ്റ്റർ എന്റെ ഫോണും വേങ്ങിക്കൊണ്ടേ ഇച്ചാതില്ലായിട്ട് കജ്ജനില്ല. അതന്നെയാണ് നബീസോ എല്ലാരും കുഴപ്പം. ഈ ഒരു അലാക്കേ ഇറങ്ങി അന്ന് തുടങ്ങിക്കണു എല്ലാരും അതാബ്. എന്നിട്ടേ അബ്ബാസ് നിങ്ങളോട് എന്താ പറയണു? ഓൻ എന്ത് പറയാനാ, ഓൻ ദുബായില്. ഓന്റെ പെണ്ണുങ്ങളാണെങ്കിൽ ഓളോടെ പോയി പെറ്റും കിടക്കുകയാണ്. ബാപ്പാന്റെ ഇമ്മാന്റെ ഒരു നോട്ടേ മക്കളെ മേലിൽ എപ്പോഴും വേണം, എന്നാലേ മക്കള് നന്നാവുള്ളൂ. ഞമ്മള് വല്ലിപ്പിയും പറഞ്ഞാലേ ഓരോ ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി വിട്ടേക്കുന്ന സ്വഭാവക്കാരം. ഓന്റെ അമ്മ ഇവിടെ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഓള് പറഞ്ഞാലൊന്നും ഓൻ കേൾക്കൂല. കുറെ അടുത്ത് ഓതടാ നിസ്കരിച്ചടാ ഞാൻ ഓനെ എപ്പോഴും പറയുമ്പോ എന്റെ നേർക്കാണ് ചാടും. ആ ചാട്ടാണ് ഓൻ ആ 7 മാസത്തെ നേരെ ചാടിക്കേണ്ടത്. അയാൾ വിളിച്ചപ്പോ അതാണ് പറയേണ്ടത്. ഇനി അയാൾ പോളിതൊക്കെ പിടിച്ചപ്പോൾ ഓൻ പറയണ്ടൊക്കെയാണ്. അതൊന്ന് ചെന്ന് കേട്ടോക്കണം. അപ്പോഴതൊക്കെ അറിയണം എന്റെ പേരക്കുട്ടിന്റെ വർത്താനം. നിങ്ങളോട് ഫോൺ വിളിച്ചപ്പോ മാഷ് പറഞ്ഞില്ല അവിടുന്ന് ഒഴിവാക്കണേന്ന്. എങ്ങനെയും പറഞ്ഞുകാണ്ട് അവിടെ തന്നെ ഓനെ നിർത്താൻ നോക്കി. ഇവനെ പാടെ നിർത്തിയാലേ അവിടെയുള്ള വേറെ കുട്ടികൾ കൂടി നാസാവും. അതുകൊണ്ടേക്കാരം ഓലേ ഇവനെ ഒഴിവാക്കുന്നു പറയേണ്ടത്. ഏതായാലും ഞാൻ ഹെഡ് മാസ്റ്ററെ കണ്ടുകാണ്ടൊന്ന് വർത്താനം പറഞ്ഞു നോക്കട്ടെ. നല്ല രീതിയിൽ തീരാണെങ്കിൽ തീരട്ടെ.